ഇന്നലെ രാത്രി 9:50 മിഠായി തെരുവിൽ തീപിടുത്തമുണ്ടായത്. 25ഓളം കടകൾ കത്തിനശിച്ചു. പുലർച്ചയോടെ മാത്രമായിരുന്നു തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. രാത്രി 9:50 മിഠായി തെരുവിലെ കോയൻകോ ബസാറിന് സമീപമുള്ള ബ്യൂട്ടി സ്റ്റോറിലായിരുന്നു ആദ്യം തീപിടുത്തമുണ്ടായത്. തീ ആളിപ്പടർന്നു. ഹനുമാൻ കോവിലിന് സമീപത്തെ ഇരുനില കെട്ടിടത്തിലേക്കും തീ പടർന്നു. ആകാശത്തേക്ക് തീനാളങ്ങൾ കത്തി ഉയർന്നു. പിന്നെ പുലർച്ചെ വരെ നീണ്ട തീ അണയ്ക്കാനുള്ള ശ്രമം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 30ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നെത്തിച്ച സ്പെഷ്യൽ ഫയർ സർവീസ് യൂണിറ്റുകൾ എല്ലാം നിരത്തി ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും കൈമൈ മറന്നുള്ള പ്രവർത്തനം. എന്നിട്ടും മണിക്കൂറുകൾ വേണ്ടിവന്നു തീ നിയന്ത്രണ വിധേയമാക്കാൻ. മലപ്പുറത്തുനിന്ന് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഫോഴ്സ് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവരാൻ സാധിച്ചു, ഇമ്മീഡിയറ്റ്ലി ഇൻ്റർവെൻ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീ പൂർണ്ണമായും അണയ്ക്കാനായത് പുലർച്ചെ മാത്രം. തുണിക്കടകൾ, ഫാൻസി സ്റ്റോറുകൾ എന്നിവയാണ് കൂടുതലായും കത്തിനശിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഉണ്ടായി. മാക്സി, ഷർട്ട്, അതുമായി ഡ്രസ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് മൊത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ വരെ നീണ്ടു നിന്ന പ്രവർത്തനത്തിനു ഒടുവിലാണ് മിഠായി തെരുവിലെ തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.